It's me, Santosh Tundil, on episode 17 of Untitled Podcast. You from India? I am from India. You know Rahul? Which Rahul? രാഹുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. ആര് രാഹുൽ? രാഹുൽ അഞ്ജലി. You don't know? രാഹുൽ അഞ്ജലി. രാഹുൽ അഞ്ജലി. ഷാറുഖ് ഖാൻ ഓടി വരുന്ന ഷോട്ട് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. സന്തോഷ്, ഡോണ്ട് വറി, നത്തിങ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ഓടാൻ തയ്യാറാണ്. ഡോണ്ട് വറി, എന്ന് പറഞ്ഞിട്ട് ദീർഘം ചാടുന്നത്, പറക്കുന്നത്, വലിയ നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്രെയിൻസ് ഉണ്ടല്ലോ. 250 2-3 ക്രെയിൻസ് ഉണ്ടാകും. ആ ക്രെയിനിൽ ഇല കേബിളിൽ തൂക്കിയിട്ടിട്ട് ആ കേബിള് വലിക്കുകയാണ് അവിടുന്ന് ഇവിടുന്ന്. 1994 FTI ബാച്ച്. സ്വൽപ്പകുട്ടി, പ്രീതം, മ്യൂസിക് ഡയറക്ടർ, സുദീപ് ചാറ്റർജി, അഭിക് മുഖോപാധ്യായ. അന്നത്തെ ഏറ്റവും നമ്മളെ ഒരു മനസ്സിലേറ്റവും വലിയ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരായിരുന്നു, അശോക് മേത്ത, വിനോദ് പ്രധാൻ. അന്ന് ഗാന്ധിയുടെ ക്യാമറമാൻ വില്യംസ് ഏതോ ഒരു സിനിമ പുള്ളിയുടെ ഇങ്ങനെ സ്ക്രീൻ ചോണ്ടിരിക്കുകയാണ്. ആ സ്ക്രീനിങ്ങിൽ ഹാളിൽ അതിന്റെ പുറകിലായിട്ട് പുള്ളി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി കാണാം ഇങ്ങനെ സൈഡിൽ നിന്ന്. അപ്പം പുള്ളി ഇത് കണ്ടിട്ടിരുന്ന പുള്ളി ഇന്ന് കരയാണ്. സിനിമയ്ക്കാണ് ഒരു ശൈലി വേണ്ടി, അല്ലാതെ നമ്മുടെ സിനിമാറ്റോഗ്രാഫിക്കല്ല. എല്ലാം തികഞ്ഞൊരു ഷോട്ട്, അങ്ങനെ ഒരു ഷോട്ട് നിയർ ടു പെർഫെക്റ്റ്. എല്ലാം തികഞ്ഞ മനുഷ്യരുണ്ടോ എന്ന് ചോദിക്കുന്നത്. വെൽക്കം സർ. താങ്ക് യു. ഒരുപാട് തവണ കണ്ട ഒരു വിഷ്വല്, പല സിനിമകളിൽ ഒരു സ്റ്റാറിനെ, ഒരു ആക്ടറിനെ പലതവണ കണ്ട ഒരു ഫ്രെയിം പിന്നെയും റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിന് സെയിം ഗൂസ് ബംസ് വേണം, സെയിം ചിൽസ് വേണം. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ഷോർട്ടിനെ പറ്റി ചോദിക്കാൻ തോന്നുന്നു. കുച്ചു ചോത്താഹയില് സമ്മർ ക്യാമ്പിലോട്ട് രാഹുൽ വരുന്നു, എന്നിട്ട് ഈ ഓടി വരുമല്ലോ. ഷാറുഖ് ഖാൻ ഓടി വരുന്ന ഷോട്ട് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കുച്ചു ചോത്താഹയില് ഈ സീക്വൻസിൽ പ്ലേസ്ഡ് ആവുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഹൈ ഉണ്ട്, ചിൽസ് ഉണ്ട്, ഈ പറഞ്ഞ ഇമോഷൻ ഉണ്ട്, അതിന്റെ ഒരു മിഡ് വൈഡ് ഉണ്ട്, വൈഡ് ഉണ്ട്. ആ ഷോട്ടിനൊരു ഇനീഷ്യൽ പ്ലാൻ, എക്സിക്യൂഷൻ പാർട്ട്, SRK റണ്ണിങ് എന്നുള്ളൊരു ഐക്കോണിക് മൊമെന്റ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് തുടങ്ങിയത് തന്നെ. കാരണം ഇത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഊട്ടിയിൽ സെറ്റായിരുന്നു, പാലവും മറ്റു ക്യാമ്പ് മൊത്തം സെറ്റായിരുന്നല്ലോ, ഗസീബോ. അപ്പം ഈ പർട്ടിക്കുലർ ഷോട്ട് പറയുമ്പം ഇത് അന്ന് ആദ്യമായിട്ട് അഖേല ക്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയൊരു ക്രെയിൻ വന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് മണിരത്നം ചെയ്യ എന്നുള്ള സോങ്. ഞങ്ങളുടെ ഈ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഷൂട്ട് ചെയ്യാൻ തയ്യാറായിട്ട് അവരവിടെ ഉണ്ട്. ഷാരൂഖും ആണല്ലോ അതിനകത്ത്. അപ്പം മണിരത്നവും സന്തോഷനും ഒക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ ആ ക്രെയിൻ അവിടെ വന്നിട്ടുള്ളതുകൊണ്ട് അതുപയോഗിച്ച് നമുക്കിത് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. ആ ക്രെയിൻ ആദ്യമായിട്ട് വിളിച്ച് നമ്മളിങ്ങനെ ഉപയോഗിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഇത് ആർക്കും ഇതിനെക്കുറിച്ച് അത്ര ഒരു ഗ്രിപ്പില്ല. ഈ ഷോട്ട് എടുക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞാനും നിഖിൽ അഡ്വാനി ആയിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. ഞങ്ങൾ രണ്ടും മുന്നിൽ നടക്കുന്നു. ഞങ്ങളുടെ ഒരു 10-15 അടി പുറകിലായിട്ട് ഷാരൂഖ് നടന്നു വരുന്നുണ്ട്. അപ്പോൾ നിഖിലിന് ഒരു പേടിയുണ്ട്. നമ്മൾ ഈ ക്രെയിനൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഷാരൂഖിനാണെങ്കിൽ നല്ലപോലെ ഓടുകയും ചെയ്യണം. ആ ഷോട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ടെൻഷൻ ഉണ്ടാക്കണ്ട എന്നുള്ള രീതി നിഖിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇത് ഒരു ടേക്കിൽ ഓക്കെ ആവുമോ എന്നിങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പം ഷാരൂഖ് ഇത് ബാക്കിൽ നിന്ന് കേട്ടു. അപ്പം ഷാരൂഖിനും വളരെ ഈ കോപ്പറേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള ആക്ടറാണ്. പറഞ്ഞ് സന്തോഷ്, ഡോണ്ട് വറി, നത്തിങ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ഓടാൻ തയ്യാറാണ്. ഡോണ്ട് വറി, എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആണ്. അന്ന് ഷാരൂഖ് ആയിരുന്നു ശരിക്കും. അതിന് ശേഷം ഈ ജിമ്മി ജീപ്പൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ചെയ്തൊക്കെ. അതെ, അങ്ങനെ ആ ഷോട്ട് ഞങ്ങൾ എടുത്തു. അങ്ങനെ വലിയ റേറ്റേക്ക് ഒന്നും ഇല്ലാതെ തന്നെ അങ്ങ് പോയി. എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഒരു സിനിമയുടെ മാറ്റവും ഈ ഡിജിറ്റലൈസേഷൻ എല്ലാം പറയുന്ന സമയത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതാണ് കളർഫുൾ ഫ്രെയിംസിന്റെ ഒരു കുറവെന്നുള്ളത്. ഇപ്പൊ ഒരു 2 ടോണിലോട്ടൊക്കെ മാറുന്നു. കളർ പാലറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് 2-3 ടോണില് മൊത്തം ഒതുങ്ങുന്നു, സെറ്റ് വർക്ക് മുതൽ കോസ്റ്റ്യൂം അടക്കമുള്ളത്. എന്നാൽ കുച്ചു ചോത്താഹി നമ്മൾ ഈ സമ്മർ ക്യാമ്പ് കാണുന്ന സമയത്ത് ഭയങ്കര കളർഫുൾ ആണ്. അത്രയും കളേഴ്സ് ഫ്രെയിമിലുണ്ട്. നമ്മൾ പിന്നെ ഫിലിമിൽ കാണുന്നതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് അവിടെ. എന്താ ശരിക്കും ഈ ഒരു ചേഞ്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഈ കരൺ ജോഹർ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു ശരിക്കും. ഹി വാസ് കോസ്റ്റ്യൂം ഡിസൈനർ ഫോർ മെനി ഫിലിംസ്, ഫോർ ഷാരൂഖ് ഖാൻ, കജോൾ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് കളേഴ്സിനോട് വല്ലാത്തൊരു എക്സ്ട്രാ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അങ്ങനെ ആളുടെ ഒരു മുൻകൈയോടുകൂടി ആണ് പ്രൊഡക്ഷൻ ഡിസൈനറോടും മറ്റൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് ഇതിനകത്ത് കൂടുതൽ കളേഴ്സ് നിറയ്ക്കാനുള്ള ഒരു സാഹചര്യം. പിന്നെ ഒരു
യൂത്ത് ഫിലിമാണ്. അതുകൊണ്ടുള്ളൊരു സമ്മർ ക്യാമ്പ് കുട്ടികളുടെ ആ സ്പേസ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് അറിയില്ല, അതിനകത്ത് ഒരു കോളേജ് സീക്വൻസിൽ ആൾക്കാർ ഇങ്ങനെ പേപ്പർ കൊണ്ട് എറിയുന്ന സീക്വൻസ് ഉണ്ട്. അതിനകത്ത് പോലും കരൺ ഇൻസിസ്റ്റ് ചെയ്തിട്ട് കളേഴ്സ് ആയിട്ടുള്ള പേപ്പേഴ്സ് എറിഞ്ഞു. വൈറ്റ് പേപ്പർ അല്ല, വൈറ്റ് പേപ്പർ അല്ല, സാധാരണ നമ്മൾ വൈറ്റ് പേപ്പറിലേ ചുരുട്ടി എറിയുള്ളൂ. പക്ഷെ പുള്ളിക്ക് അത് കളർ പേപ്പറുകൾ ചുരുട്ടി എറിയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ എനിക്ക് തോന്നുന്നു ആദ്യ സിനിമ അവിടെ നിന്ന് അവിടെ ഈ കിടക്കാൻ തോന്നുന്നു. ഈ പ്രണയവർണ്ണങ്ങൾ വരുന്ന സമയത്തേക്ക് അതൊരു ക്യാമ്പസ് മൂവിയാണ്. അതിൽ അത്രയും പറഞ്ഞ പോലെ അത്രയും ആളുകൾ സ്ക്രീനിൽ വന്നു പോകുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് സ്വിച്ചിങ് ഉണ്ടല്ലോ, നാട്ടിൽ പോകുമ്പോഴുള്ള കംപ്ലീറ്റ്ലി ഒരു വള്ളുവനാടൻ മൂഡിലോട്ട് സിനിമ ഷിഫ്റ്റ് ചെയ്യുന്നു. ബാക്ക് ടു ക്യാമ്പസ്, ഹോസ്റ്റല്, ക്രൗഡഡ് ആണ് പലപ്പോഴും, ഒരുപാട് വൈറ്റ് ഷോട്ടുകളുണ്ട്. അവിടെ ഈ പറഞ്ഞ 4 പേരിലാണ് പ്രധാനപ്പെട്ട കഥ നടക്കുന്നത്. ഈ പ്രണയവർണ്ണങ്ങളില് പാർട്ടാവുന്നത് ആദ്യം കിട്ടുന്ന ബ്രീഫ്, ഇതിൽ ഓക്കെ അടിക്കുന്നത് എന്താ മൊമെന്റ് എന്താ? പ്രണയവർണ്ണങ്ങളിലെ പാട്ടാകുന്നത് സിബിസാറ് എന്നെ വിളിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ സിബിസാറിൻ്റെ ഒരു ഫിലിമിൽ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വേണു സാറായിരുന്നു എൻ്റെ DOP. സിന്ദൂരരേഖ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ശോഭനയുടെ ഒരു സിനിമയായിരുന്നു. അപ്പം അന്ന് സിബിസാർ എന്നെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഇതിലാണ് ആള് എന്തോ കോൺഫിഡൻസിൽ വിളിച്ചതാണ്. ഈ കുച്ചു ചോത്താഹെ എനിക്ക് തോന്നുന്നു ഒരു കരിയർ തുടങ്ങുന്ന സമയത്തേക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ. അതെ അതെ, അതിപ്പം അങ്ങനെ സാധാരണ ഇതിൽ ആർക്കും കിട്ടാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വലിയൊരു ഫിലിം, ഒരു ഫസ്റ്റായിട്ട് തന്നെ കണക്കാക്കാമല്ലോ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ വരാറില്ല പൊതുവെ, അൺലെസ് നമ്മൾ ആരുടെയെങ്കിലും ഈ പറയുന്ന പോലെ നെപ്പോ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് അവിടെ ആരെയും പരിചയമില്ല, ഒന്നും യാതൊരു ഇതുമില്ല. ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി, ഒരു ഫ്രണ്ട് പരിചയമുള്ളതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ടൊന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുമല്ലോ, എനിക്ക് ശരിക്കും അന്ന് കേരളത്തിലേക്ക് വന്ന് ഇവിടെ വർക്ക് ചെയ്യാനുള്ളതായിരുന്നു നമ്മൾ ഒരു മാനസികാവസ്ഥ. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പോവുകയും, അപ്പം പോകാനുണ്ടായതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച FTയിൽ തന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഡയറക്ഷൻ ചെയ്തിരുന്ന ആള് അവിടെ ഒരു സിനിമ തുടങ്ങാം, ഹിന്ദിയിൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് ഞാൻ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. പറഞ്ഞു, യു ടേക്ക് സംബഡി സീനിയർ, ലൈക്ക് ദാറ്റ് ടൈം അശോക് മേത്ത, വിനോദ് പ്രധാൻ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പോരെ, ഞാനും നീ എല്ലാം പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഇത് ഇതാക്കണ്ടല്ലോ എന്ന് പറഞ്ഞെങ്കിൽ അവൻ സമ്മതിക്കാതെ ആണ് ആള് ശിവേന്ദ്ര സിംഗ് എന്ന് പറയും, പുള്ളിയാണ് ഇപ്പം ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ ഇതായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ നിർബന്ധം മൂലമാണ് ഞാൻ പോകുന്നത് ശരിക്കും. പിന്നെ അവിടെ ചെന്ന് അല്ലല്ല, ഈ ശിവേന്ദ്രയുടെ ഈ സിനിമ തുടങ്ങി, പക്ഷെ അത് ഇടയ്ക്ക് നിന്നുപോയി. അപ്പം അങ്ങനെ ഈ കരൺ ജോഹറുടെ അന്ന് എനിക്കറിയില്ല, എനിക്ക് അവിടെ അങ്ങനെ ആരും അറിയില്ലായിരുന്നു. അപ്പം അസോസിയേറ്റ് ആയിരുന്ന നിഖില് വേറൊരു സിനിമ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇസ്രാത് കി സുബഹ്നി എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ. അപ്പോൾ ആ ഫിലിമിൻ്റെ എഡിറ്റിങ്ങിനായിട്ട് നിഖിൽ എപ്പോഴും ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ പോകും. രേണു സില എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നമ്പർ 1 എഡിറ്ററാണ് ബോംബെയിലെ ആ സമയത്ത്. പുള്ളിയുടെ എഡിറ്റിംഗ് റൂമിൽ പോകുമ്പോൾ രേണു ഇങ്ങനെ, അന്ന് സ്റ്റീൻബക്ക് ആയിരുന്നു, ഈ റീൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം. ഒരു നല്ല രസമുള്ളൊരു പാട്ടിൻ്റെ വിഷ്വൽസ് കാണാൻ. അപ്പം നിഖിൽ നേരത്തെ പോയിട്ട് ഇതിങ്ങനെ ചുമ്മാ കറക്കി ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അവനിങ്ങനെ ഇത്, അപ്പം ഇത് ആരാണ് ചെയ്തതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടി സ്റ്റുഡിയോയിൽ നിന്ന്. അപ്പം കരൺ സിനിമ ഇറങ്ങുമ്പോൾ കുറച്ചൊരു പുതിയതായിട്ടുള്ള ഒരാളെ, ഏറ്റവും പുതിയതല്ല എന്നാൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, കുറച്ച് പുതിയതായിട്ട് ഒരാളെ വെക്കാം എന്നുള്ളൊരു ആലോചന അവരുടെ ഗ്രൂപ്പിലുണ്ടായി. അപ്പോഴവിടെ ഉണ്ടാകുമ്പോൾ നിഖിൽ ഇങ്ങനെ എൻ്റെ കാര്യം സജസ്റ്റ്, ഞാനിങ്ങനെ ഒരു സാധനം എഡിറ്റിംഗ് റൂമിൽ കണ്ടിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വിളിച്ച് കണ്ടു നോക്കാം, യു കമൻറ്റ് സി എന്നുള്ള രീതിയിൽ. അങ്ങനെ കരണും നിഖിലും അവർ ബാക്കി അസിസ്റ്റൻസ് എല്ലാം അവിടെ വന്നിട്ട് ഒരു ദിവസം ഈ പർട്ടിക്കുലർ റീല് സോങ് ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ, പ്രിവ്യൂ സ്റ്റുഡിയോസ് ഉണ്ട്, അവിടെ വന്നത് കണ്ടു. അങ്ങനെ കണ്ടതിന് ശേഷമാണ് അത് ഓക്കെ പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ കരണിനോട് ചോദിച്ചു, ഐ മീൻ അഗെയിൻ യു ആർ ന്യൂ, I am new. Why take all this? Because of big film, so many big actors. You also should take. അന്നത്തെ ഏറ്റവും നമ്മളെ ഒരു മനസ്സിലേറ്റവും വലിയ ക്യാമറമാൻമാർ എന്ന് പറഞ്ഞാൽ 2 പേരായിരുന്നു, അശോക് മേത്ത, വിനോദ് പ്രധാൻ. ഹിന്ദിയിൽ വിനോദ് പ്രധാനെ അറിയാം, 1942 ലവ് സ്റ്റോറി, അതായത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം അത് അങ്ങനെ വല്ലവരെയൊക്കെ എടുത്താൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു, കരണിനോടും ചോദിച്ചു. എന്നാൽ നമ്മൾ സാറിന് ഇങ്ങനെ അവസരം വന്നാൽ ചാടി വീഴുകയാണല്ലോ സാധാരണ, നേരെ വിപരീതമായിരുന്നു, ഓപ്പോസിറ്റ് ആയിരുന്നു. അങ്ങനെ പോലെ ചോദിച്ചിട്ട് പിന്നെ കരണിൻ്റെ അന്നത്തെ മറുപടി എന്നായിരുന്നു വെച്ചാൽ, ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ പുള്ളിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഐ വിൽ ബി നോ ഓഫ് ദം, സോ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇതുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഈ കൊച്ചു ചാത്താഹ എനിക്ക് തോന്നിയിട്ടുള്ളത്
ഒരു കമേഴ്ഷ്യൽ സിനിമ ഫോർമാറ്റില് റെഫറൻസ് ആയ പടമാണല്ലോ. പിന്നീട് പല ആവർത്തി ഇപ്പൊ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന വിഷ്വൽ ഡിസൈൻ ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഇമോഷണൽ ഇൻ ആൻഡ് ഔട്ടുകളൊക്കെ ആളുകൾക്ക് വരെ കണക്റ്റുമാണ്. സ്റ്റിൽ ടെലിവിഷനിൽ വരുമ്പോൾ കാണാൻ പ്രേക്ഷകരുണ്ട് താനും. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. അതായത് ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രങ്ങളിലൊന്നാണ്, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ അടുത്ത ഹിന്ദി ലാംഗ്വേജ്. അപ്പം അവർ കഴിഞ്ഞ എത്രയാ നൂറ്റാണ്ടിലോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായ 10 ഐക്കോണിക് സീൻസ് എന്ന് പറഞ്ഞിട്ട് സീനുകൾ എടുത്തു സിനിമയുടെ, പല സിനിമകളിലും. ആ 10 സിനിമകളിൽ ഒരെണ്ണം കുച്ച് കുച്ച് ഹോതായിലെ ഈ ഗസിബോയില് ഇവള് മറ്റേ ഷാരൂഖ് ഒരു റെഡ് സാരിയെ കൊടുത്തിട്ട് റെയിൻ ഡാൻസിന്റെ ആ സീനാണ്. അതിനെ കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പല വിചിത്രമായ സംഭവങ്ങൾ ആ സിനിമയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇന്തോനേഷ്യയില് ബാലിയില് വേറൊരു സിനിമയുടെ ഷൂട്ടിനായിട്ട് പോയി. കൊച്ചു കൊച്ചിന് ശേഷം 1-2 വർഷത്തിന് ശേഷം വന്നു. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസം ഞാൻ ഇങ്ങനെ വെറുതെ വഴി ഇങ്ങനെ നടക്കും ഒറ്റയ്ക്ക്. അപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഇന്തോനേഷ്യൻ 2-3 സ്ത്രീകൾ അവിടെ ഇങ്ങനെ അവർ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് എന്നോട് ഇങ്ങനെ ചോദിച്ചു, യു ഫ്രം ഇന്ത്യ? ഫ്രം ഇന്ത്യ. യു നോ രാഹുൽ? വിച്ച് രാഹുൽ? രാഹുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. ആര് രാഹുൽ? രാഹുൽ അഞ്ജലി. യു ഡോണ്ട് നോ രാഹുൽ അഞ്ജലി? രാഹുൽ അഞ്ജലി ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ യാതൊരു കണക്ഷൻ ഇല്ലാതെ വളരെ ഔട്ട് ഓഫ് ദി ബ്ലൂ സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ പല കാര്യങ്ങളും നടന്നു. ഈ റെയിൻ ഡാൻസ് പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഭയങ്കര രസമുള്ള ലൈറ്റപ്പ് ആയിരുന്നല്ലോ. ഇത്ര ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ പാടായിരുന്നു അതൊക്കെ അന്നത്തെ സാഹചര്യത്തില്. ഇന്നാണെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ റീകളക്ട് ചെയ്യുന്ന മൊമെന്റ്? അത് ഈ പറഞ്ഞ പോലെ ഗസിബോ ഈ ഊട്ടിയിലെ ഒരു ലേക്കിനകത്തോട്ട് തള്ളി ഇങ്ങനെ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണല്ലോ. അതെ, അതിന് ചുറ്റും കുറച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കാണുകയും വേണമില്ലേ, പിന്നെ ഇതങ്ങ് ഇതായി പോകില്ലേ, ഒന്നും ഇല്ലാതായി പോകും. അപ്പോൾ അത് ലേക്കാണ്, അവിടെ ഒന്നും അത്രമാത്രം ചെയ്യാനുള്ള ലൈറ്റിംഗ് കപ്പാസിറ്റി ഒന്നും നമ്മുടെ ഇല്ല ശരിക്കും. പിന്നെ ഉള്ള ലൈറ്റുകൾ കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ചെയ്തു. അതിപ്പം ഭയങ്കര വിഷ്വലി നമ്മൾ ഓർത്തിരിക്കുമ്പോൾ ഇത് ഭയങ്കര രസമുള്ള മൊമെന്റ് ആണല്ലോ. അതെ അതെ, ഇത്രയും ഈ പറഞ്ഞ ബൊക്കെ എഫക്റ്റ് പോലെ ലൈറ്റുകൾ അതൊക്കെ ഒത്തിരി ദൂരത്തിലായിരുന്നു, അതുകൊണ്ടുള്ള അങ്ങനെ എഫക്റ്റ് ഒക്കെ വന്നതാണ്. വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് മനപ്പൂർവ്വം ചെയ്തൊന്നുമില്ല. 1994 FTI ബാച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരാള് അയാളുടെ കരിയറിലെ ലൈഫിലൊക്കെ ഓർത്തിരിക്കുന്ന ചെറിയ ചെയ്യുന്ന മൊമെന്റുകളിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കള്, വിദ്യാഭ്യാസത്തിന്റെ ഒരു ഏരിയ, ഫാമിലി, ഇതെല്ലാം ഡെഫിനറ്റ് പോയിന്റുകളിലുണ്ടാവും. എനിക്ക് ചോദിക്കാനുള്ളത് ഈ 94 FTI ബാച്ചിനെ കുറിച്ചാണ്. ബാച്ച് പല തലങ്ങളുണ്ട്. ഇതിന്റെ നേരത്തെ ബാച്ചില് ഞങ്ങളുടെ ബാച്ച് വളരെ ലക്കി ആയിട്ടുള്ള ഒരു ബാച്ചായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം വളരെ പ്രമുഖരായിട്ടുള്ള പലരും ഉണ്ട്. ഉദാഹരണം റസൂൽ പൂക്കുട്ടി, പിന്നെ പ്രീതം മ്യൂസിക് ഡയറക്ടർ, ഒരു 1 ഇയർ ജൂനിയർ ആയിരുന്നു പ്രീതം. പിന്നെ ഇപ്പൊ ബെൻസാലയുടെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ നമ്മുടെ സുദീപ് ചാറ്റർജി. ഇപ്പം പിന്നെ അങ്ങനെ ഞങ്ങളുടെ തൊട്ട് 1 ഇയർ സീനിയർ ആയിരുന്നു അഭിക് മുഖോപാധ്യായ, മറ്റേ കുറെ ബംഗാളി ഫിലിംസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഒരു വലിയൊരു ആ ഒരു പർട്ടിക്കുലർ 2-3 പീരിയഡ്സ് വളരെ സ്ട്രോങ്. അന്നൊന്നും നമ്മളിതൊന്നും വിചാരിക്കുന്നില്ലല്ലോ നമ്മള്. അതെ, അബിക്കിന്റെ റൂമിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അബിക്ക് പാസ്സായി പോകുന്നു, ശേഷം ആ റൂമിലേക്ക് നമ്മൾ അങ്ങനെ ഹോസ്റ്റലില്. പിന്നെ റസൂല്, മറ്റേ ഈ പ്രീതം ഒരു മ്യൂസിക് ഡയറക്ടറായി മാറുമെന്ന്, ഇത്ര വലിയ പോപ്പുലർ ആവുമെന്നൊന്നും നമ്മളാരും ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ അപ്പൊ അങ്ങനെ ബാച്ചിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം പേര് പറയാൻ ഇപ്പൊ സമയം. ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകാനുണ്ടാകുന്ന ഒരു സാഹചര്യത്തില് ഒരു 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 ട്രിഗർ പോയിന്റ് അതിനകത്ത് ഉണ്ടായിരുന്നത്, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സില് ഒരു ആർട്ടിക്കിൾ വന്നു, ഒരു സൺഡേ മാഗസിനിൽ, സൺഡേ ഇതില് സപ്ലിമെന്റില് ഒരു FTA കുറിച്ചുള്ള ഒരു വലിയൊരു ഹാഫ് പേജ് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വെച്ചിട്ട്. അത് കണ്ടപ്പോഴാണ്, അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്, SPയിൽ BSc കെമിസ്ട്രിക്ക് പഠിക്കുന്ന സമയം. അപ്പം അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു കുറച്ചുകൂടി ഒരു ആവേശം. അറിയാം കാര്യങ്ങൾ, ഇത് FTA എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ശക്തമായിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് അവിടെ വെച്ചാണ് സ്റ്റാർട്ടിങ്. ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആർട്ടിക്കിളായിരുന്നു. FTAയുടെ ഒരു പർട്ടിക്കുലർ നേച്ചറും സ്വഭാവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജീവിതം നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഒരു ചാപ്റ്ററായിട്ട് മാറും എപ്പോഴും. അതാണ് പൊതുവെ എല്ലാവർക്കും ഒരു സെക്കൻഡ് ഹോം പോലെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പൂന സിറ്റിയുടെ ഒരു പ്രത്യേകതയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കൾച്ചറും അതെല്ലാം ഉണ്ട്.
നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ വരുന്ന സ്റ്റുഡൻസ് പലരും വലിയ എക്സ്പോഷർ ആയിട്ടൊന്നും വരുന്നവരല്ല, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എപ്പോഴും. സിറ്റികളിൽ നിന്ന് വരുന്നവർ, ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ കൽക്കട്ട അങ്ങനെ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെയൊക്കെ പോലെ സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് ചെല്ലുന്നവരാണ്. അപ്പം അവർക്ക് മുന്നിൽ ഇങ്ങനെ വലിയൊരു സിനിമയുടെ ഒരു ലോകം ഇങ്ങനെ തുറന്നു കിട്ടുന്ന ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നിപ്പോൾ നമുക്ക് യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ മറ്റേ മൂവി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനൽ വ്യത്യസ്തമായ പല സിനിമകൾ കാണാനുള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ട്. എന്നൊന്നുമില്ല. അപ്പോൾ ഈ ക്ലാസിക് സിനിമകൾ തന്നെ, അതും സ്ക്രീനിൽ നമുക്ക് ഡെയിലി 1-2 സിനിമകൾ കാണാനുള്ളൊരു അവസരം, അതായിരുന്നു ഏറ്റവും വലിയൊരു എക്സ്പോഷർ. പിന്നെ നമ്മുടെ കൂടെയുള്ള ഐ മീൻ സ്റ്റുഡൻസും അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ, അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ. പിന്നെ എക്യുപ്മെൻസിൻ്റെ ഒരു അവൈലബിലിറ്റി, നമുക്കിതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ക്യാമറകളും മറ്റു ലൈറ്റും അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഒരു മൾട്ടിപ്പിൾ ലെയറിൽ നമ്മുടെ ഒരു ഫോർമേഷനെ ഒത്തിരി സഹായിക്കും. എപ്പോഴൊരു സിനിമാറ്റോഗ്രാഫർ വന്നിരിക്കുമ്പോൾ ഉറപ്പായിട്ടും കാണുന്നവരാണെങ്കിലും ഞാനാണെങ്കിലും പേഴ്സണലി എക്സൈറ്റഡ് ആവുന്നത് ഇവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റു സിനിമകളിലെ ഒരു വിഷ്വലിനെ കുറിച്ചായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ട് നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ച വിഷ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ടോട്ടൽ ഫോട്ടോഗ്രാഫി ആയിരിക്കാം. എന്തായിരിക്കും ഇപ്പൊ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് ഇങ്ങനെ ക്രാക്ക് ചെയ്ത് വരുന്ന ഒരു ഷോട്ടോ വിഷ്വലോ സിനിമയോ എന്തായിരിക്കും? നമ്മൾ പല സിനിമകളും കാണുമ്പോഴും ഇതിനകത്ത് ഷോർട്സുകളൊക്കെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഈ ഷോട്ടുകളെക്കാൾ ഉപരിയായിട്ട് സിനിമ മൊത്തത്തിൽ ഒരു നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്റ്റോറി ടെല്ലിങ്ങിൽ കൺവിൻസ്ഡ് ആവുക. അല്ല ഒരു പർട്ടിക്കുലർ ഗിമിക്കി ആയിട്ടുള്ള ഒരു ഷോട്ടുകളൊന്നും എനിക്ക് താല്പര്യമില്ല. പൊതുവെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു നേച്ചറും അതിൽ നമ്മളെങ്ങനെ ഇൻവോൾവ് ആകുന്നു, അതിലേക്ക് നമ്മളെങ്ങനെ കണക്റ്റ് ആവുന്നു, അതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫിലിം മേക്കേഴ്സിനെ കുറിച്ച്, അവരുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്നാരിറ്റു അവരുടെ അങ്ങരുടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, റെവനന്റ് അല്ല അതിന് മുമ്പുള്ള സിനിമകൾ 21 ഗ്രാംസ്, അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ടൈം ലൈനിൽ നടക്കുന്ന സിനിമകളുണ്ടല്ലോ, മൾട്ടിപ്പിൾ ടൈം ലൈൻസിൽ നടക്കുന്ന കഥകൾ, പല കഥകൾ. അങ്ങനെ ആ ഒരു ലൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. അതിനകത്ത് പർട്ടിക്കുലർ ഷോട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു സ്ട്രക്ചർ. സന്തോഷം പേരിന്റെ എപ്പോഴും നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നത് ദേവദൂതനാണ്. ഉറപ്പായിട്ടും ഒരുപക്ഷെ മലയാളം സിനിമ കണ്ട് ശീലിച്ച ഒരു വിഷ്വൽ ഗ്രാമറിൽ പുതിയ അഡീഷൻ ആയിരുന്നു ദേവദൂതൻ. അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് മുതൽ കഥ നടക്കുന്ന അറ്റ്മോസ്ഫിയർ തുടങ്ങി കഥയുടെ നരേറ്റീവ്. ഉറപ്പായിട്ടും സിബി സാറിനത് എപ്പോഴും പറയുന്നായിരുന്നു, ഒമ്മനായിരുന്നു എനിക്ക് ആദ്യം ഈ ദേവദന്റെ ഫസ്റ്റ് വേർഷൻ സിബി സാറിന് കഥ പറഞ്ഞ സമയത്ത് ഒമനിലെ കണക്ട് ചെയ്ത് ആലോചിച്ചിരുന്നു. നമ്മുടെ ഒരു ഹോണ്ടിങ് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പേസ്, ഈ കോളേജ്, 7 ബെൽസ്, എല്ലാ തരത്തിലും പുതിയതായിരുന്നു ദേവദൻ എന്നുള്ളത്. വിഷ്വൽ ഗ്രാമർ സെറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ട് സിബി സാറിന്റെ ഒപ്പമുള്ള കൊളാബറേഷൻ അവിടെ സംഭവിക്കുന്നു. ആ കൊളാബറേഷനിൽ നിങ്ങളുടെ എക്സ്ചേഞ്ചുകളിൽ, ഇന്റർചേഞ്ചുകളിൽ, ഡിസ്കഷനുകളിൽ രൂപപ്പെടുന്ന ദേവദൂതന്റെ വിഷ്വൽ സ്പേസ് ഉണ്ടല്ലോ, അത് അച്ചീവ് ചെയ്യാന്നുള്ളത്, അതിൽ ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അത് ശരിക്കൊരു എനിക്ക് തോന്നുന്നൊരു ഫോർ എവർ ലോങ് മെമ്മറി ആയിരിക്കത്തില്ലേ? അതെ, അത് ശരിയാണ്. കാരണം അത് രണ്ടാമത് റിലീസ് ചെയ്തപ്പോൾ, ആദ്യം റിലീസ് ചെയ്യപ്പെട്ട പടമാണല്ലോ അത്. അപ്പം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു റിലീസ് ചെയ്ത ദിവസം. അതിനുശേഷം അതിൻ്റെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ഇടയ്ക്ക് വന്നു പോയിരുന്നു. റിലീസ് ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ നാരായൺ ഫിലിം സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വന്നപ്പോൾ കൊച്ചിയിൽ ഒരു ദിവസം തങ്ങിയിട്ട് ഈ സിനിമ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ വനിതാ തിയേറ്ററിലായിരുന്നു. അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയി, ആരുമില്ല. ഞാൻ വെറുതെ ഒന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത സാധനം ഒന്ന് കാണാം എന്ന് കരുതി പോയാൽ. അപ്പം ഞാൻ ഓർത്ത് 2 ആഴ്ച കഴിഞ്ഞു, റിലീസാണ്, എവിടെയെങ്കിലും ആരും കാണില്ല എന്ന് കരുതി ഞാൻ തിയേറ്ററിൽ ഇരുന്നെങ്കിലും തിയേറ്റർ ഒരു 70% ഫുള്ളായിരുന്നു. ഈവനിങ് 6-7 മണിയുടെ ഷോ ആയിരുന്നു. അതുകൂടാതെ ഈ സിനിമ തീരുന്നിട വരെ, അതായത് എൻ ടൈറ്റിൽസ് തീരുന്നിട വരെ ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ അത് ഇടയ്ക്ക് ചിലപ്പോൾ കൈയടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആയി പോയി. കാരണം ആദ്യം ഇറങ്ങിയ സമയത്ത് ആർക്കും അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പോയ സിനിമയായിരുന്നില്ല. അപ്പം അത് ആ ഒരു തലമുറ മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതേ സാധനം തന്നെ വളരെ ആവേശത്തോടുകൂടി. അപ്പോൾ അത് കഴിഞ്ഞ് സിബിസാറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. സിബിസാർ അതെ ചെറുപ്പക്കാരാണ് കൂടുതലും കയറുന്നത്, യങ്സ്റ്റേഴ്സ്, സ്റ്റുഡൻസ്, അങ്ങനെയുള്ള കാറ്റഗറിയിലുണ്ട്. അത് വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുത്തു. അന്ന് ഇതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റോറി, സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ എൻഹാൻസ് ചെയ്യാവുന്നുള്ളതാണല്ലോ നമ്മുടെ ശ്രമം. അതിനുവേണ്ടി ലൊക്കേഷൻ കാണുന്നു, ലൊക്കേഷൻ കണ്ട് ഞാൻ സിബിസാറ്
പിന്നെ അന്ന് പ്രൊഡക്ഷൻ രഞ്ജിത്തായിരുന്നു. രജപുത്ര രഞ്ജിത്ത്. രഞ്ജിത്ത്. പിന്നെ ഞങ്ങളെല്ലാം കൂടി ആണ് ഈ ലൊക്കേഷൻ കാണാൻ ഊട്ടി അവിടെ ഇവിടുന്ന് കാർ ഓടിച്ചാണ് പോയത്. അന്ന് അങ്ങനെ കണ്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് ആ ഒരു ഫീല് വേണമെന്നുള്ളതാണല്ലോ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഈ ബെല്ലുണ്ടാക്കുന്നു, ബെല്ലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അതെല്ലാം എല്ലാം കൂടെ ഒത്തു വന്നു. ചില സിനിമകളിൽ കാര്യങ്ങളെല്ലാം ഒത്തുവരും ശരിയായിട്ട്. അങ്ങനെ ഒന്നാണ് അതിൽ ഈ 7 Bells തന്നെ പ്ലേ ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ, ഇന്റർവെൽ സീക്വൻസിൽ രാത്രി ലാലേട്ടന്റെ ഓടി വരുന്നതും ഭയങ്കര സീക്വൻസ്. അതെ, ആ സീക്വൻസിനകത്ത് അതിനകത്ത് സിബിസാറിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള തോമസ് കുട്ടി ഇരുന്ന് വലിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആയിരിക്കണം. അതിന്റെ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഇവർ രണ്ടിൽ ഒരാൾ അതിനകത്തുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ മിസ്റ്ററിയുടെ ഏറ്റവും ഹൈ പോയിന്റ് ആയി തോന്നിയിരുന്നു. ലോ ആംഗിളില് പുള്ളി ഓടി വന്നത് കണ്ട് സ്പെൽ ബൗണ്ട് ആയി നിൽക്കുന്നത്, ഈ ഷോർട്ട് ഡിവിഷൻ സംഭവിക്കും. അതിൽ നിങ്ങളുടെ ഒരു പ്രീല് ഷോർട്ട് ഡിവിഷന്റെ കാര്യത്തിൽ സിബിസാർ എപ്പോഴും വളരെ പ്രിസൈസ് ആയിട്ട് ഷോർട്ട് ഡിവിഷൻ പ്ലാൻ ചെയ്യുന്ന ആളാണ്. അപ്പം ഒരു സീൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പറയും, ഇന്നപോലെ അവിടുന്ന് അയാൾ വരുന്നു, ഇവിടെ വന്ന് നിൽക്കുന്നു, മറ്റേ ആൾ അവിടെ നിന്ന് വരുന്നു, അപ്പോൾ അത് ഒരു ഫസ്റ്റ് ഷോട്ട് വൈഡ്, അതിനുശേഷം ഇയാളുടെ സജഷനിൽ ഇത് മറ്റേ അങ്ങനെ എല്ലാ ഒരു സീൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ഷോർട്സിനെ കുറിച്ചെല്ലാം ആവശ്യമുണ്ടായിരിക്കും. പലപ്പോഴും ഇപ്പം സിനിമയിൽ കാണാത്തൊരു കാര്യം കൂടെയാണത്. കാരണം ഇപ്പോൾ ആണെങ്കിൽ എന്താ ചോദിച്ചാൽ ആൾക്കാർ ഈ മൊത്തം സീൻ അങ്ങ് ഷൂട്ട് ചെയ്യണം, ഒരു വൈഡിലും പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആംഗിളിലും മൊത്തം ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് അതിനെ ചെയ്തപ്പം ഇതിനകത്തുള്ള ടൈം വേസ്റ്റ്, എക്സ്പെൻസ്, ആർട്ടിസ്റ്റിന് ഡയലോഗ് റിമെമ്പർ ചെയ്യണം, പല പല പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ഇതിന്റെ നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നത്. പാട്ടുണ്ടല്ലോ, അതിൽ കുറെ രസമുള്ള സിലൗട്ട്സ് ഉണ്ടല്ലോ, ഇവര് ഈ ഡാൻസ് ചെയ്യുന്നത്, മറ്റേ മൗണ്ടൻ ബാക്ക്ഡ്രോപ്പ്, സ്റ്റേജിൽ ഉള്ള കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അതിൽ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളധികം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത വിഷ്വൽ ഗ്രാമർ അല്ല അത് നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇതല്ല. ഞാനൊരു ഇൻസ്റ്റിങ്ക്റ്റ് ബേസ്ഡ് ക്യാമറ വരാം. നമ്മൾ ഭയങ്കരമായ ഒരു പ്രിപ്പറേഷൻ, അങ്ങനെ റെഫറൻസ് ഒക്കെ ചെയ്യാറുണ്ട്. എന്നാലും കുറെ കാര്യങ്ങൾ നമ്മൾ എത്ര റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മാറും. പിന്നെ നമ്മളുടെ ആ സമയത്തുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ എല്ലാം തികഞ്ഞൊരു ഷോട്ട്, അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടോ? നിയർ ടു പെർഫെക്റ്റ്. എല്ലാം തികഞ്ഞ മനുഷ്യരുണ്ടോ എന്ന് ചോദിക്കുന്നത്. എല്ലാം തികഞ്ഞ ഒരു എന്താ മനുഷ്യരുണ്ടോ എന്ന് പറഞ്ഞാലോ. എല്ലാം തികഞ്ഞ ഷോട്ട് നമുക്ക് പറയാം. ഇന്നിപ്പം നല്ല ഷോട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്, ഒരു 10-5 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ശരിയായിരുന്നില്ല, വേറെ രീതിയിൽ എടുക്കാൻ നമുക്ക് തോന്നും. ഭയങ്കര എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്യുന്നത്, ഭയങ്കര ലൈറ്റ് സെറ്റപ്പ്, ഹെവി വിഷ്വൽ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധനങ്ങൾ ഈ ഇതിനകത്തൊക്കെ കൃഷിനകത്തൊക്കെ ഉണ്ട്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൃഷിയിൽ അങ്ങനെ കൺഫ്യൂസ് ചോദിക്കുകയാണെങ്കിൽ സർക്കസ് കൂടാരം തീ പിടിക്കുന്ന സീക്വൻസ്, അത് തന്നെ ഒരു വലിയൊരു അത് അച്ചീവ് ചെയ്യുന്നത്. അത് ജനറേറ്റർ അന്ന് അത് ഷൂട്ട് ചെയ്യാനായിട്ട് 11-12 ജനറേറ്റർ ആയിരുന്നു. ലൈറ്റിന്റെ എണ്ണം പറയേണ്ട കാര്യമില്ല. സാധാരണ നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ ഒരു ജനറേറ്റർ ഉപയോഗിക്കാറുണ്ട്. 12 ജനറേറ്റർ ആയിരുന്നു അത് ലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത്ര ആയി കഴിഞ്ഞപ്പോൾ രാകേഷ് റോഷൻ ഒരു രാത്രിക്ക് എന്നെ വിളിച്ചു ചോദിച്ചു, സന്തോഷം ഇതെന്താണ് ഇത്രയും ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചു. അന്ന് പക്ഷെ ആവശ്യമുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഇത്രയും വലിയൊരു സർക്കസ് കൂടാരം എന്ന് പറയുന്നത് അതിനകത്ത് ഈ ഇതെല്ലാം കോംപ്ലിക്കേഷൻ ആയിരുന്നു. അറിയാം, ഈ ഫയറിനകത്തൊരു ഷോട്ട് എടുക്കുന്നതിന് ഒരിക്കലും ഒരു ഷോട്ട് ഞാൻ എടുത്തപ്പോഴും ഓർക്കുന്നത്, നമ്മുടെ ആക്ഷൻ ഡയറക്ടർ ഹോളിവുഡ് ഒരു ചൈനീസ് ടോണി ചിങ് എന്ന് പറഞ്ഞിട്ട്, അപ്പം ഹാൻഡ് ഹെൽഡ് ഷോട്ടാണ്, ഞാനാണ് എടുത്തത്. അത് ഋതിക് റോഷൻ ഈ ഫയറിനകത്തൂടെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അയാളുടെ പുറകെ നമ്മൾ ക്യാമറ ഫോളോ ചെയ്യുന്നു. ക്യാമറ ഷോൾഡറിലാണ്. അപ്പോൾ ഈ ഫയർ ഉള്ളതുകൊണ്ട് നമ്മുടെയൊക്കെ ദേഹത്തും ഈ ഫയറിന്റെ ഹീറ്റ് അധികം എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു തരം ജെല്ലുണ്ട്, ജെല്ലാണ്. അത് പുരട്ടിയിട്ടാണ് നമ്മൾ ഈ ഷോട്ട് എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അല്ലാത്ത ഡിഫിക്കൽട്ടായിട്ടുള്ള ഷൂട്ടായിരുന്നു. ഈ ഞാൻ ചോദിക്കുന്നത്, അത്രയും വലിയ സീക്വൻസുകൾ ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. അത് ലെങ്തി ഡേയ്സിൽ പോകുന്നതാണോ, അത് 1-2 ദിവസം എടുത്ത് തീർക്കുന്നതാണ്, ഇങ്ങനെയായിരുന്നു? ഇല്ല, അതൊക്കെ നമ്മൾ അവരെ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെ തീർക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സിനിമ ആയിരുന്നുകൊണ്ട് അതിന് 100-120 ദിവസത്തോളം എടുത്തിട്ടുണ്ട്. ആ ദിവസം കൊണ്ടൊക്കെ തന്നെ തീർത്തു. അതിനകത്ത് വേറെ പലപ്പോഴും സിനിമ തീരാ പോകുന്നത് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ കൊണ്ടല്ല. നമ്മൾ ആർട്ടിസ്റ്റുകൾ സമയത്തിന് വരാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുക സെറ്റിൽ, അതൊക്കെ വരുമ്പോഴാണ്
ഈ സിനിമ തീർക്കുന്നത്. അല്ലാതെ നമ്മളൊരു പ്ലാൻ ചെയ്തൊരു സാധനം തീർക്കാൻ നമുക്ക് അതിനുള്ള ടൈം ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റും. ഞാൻ എൻ്റെ സിനിമകളൊന്നും പ്ലാൻ ചെയ്ത ഡേറ്റിൽ കൂടുതൽ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് 1-2 ദിവസം മുന്നെയാണ് തീർന്നത്, ഇൻക്ലൂഡിങ് കാൽ. 45 ദിവസം 42 ദിവസം കൊണ്ടാണ് തീർത്തു. അതുപോലെ എനിക്ക് എല്ലാ സിനിമയും അതിനകത്ത് അതിന് അപവാദമാണ് നിൽക്കുന്ന ഒരു സിനിമ മാത്രമേ ഉള്ളൂ, അത് ജയ്ഹോ എന്ന് പറഞ്ഞിട്ടുള്ള സൽമാൻ്റെ സിനിമ. പിന്നെ സൽമാൻ ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് മിക്കവാറും. അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കൂടിപ്പോയി. അല്ലാതുള്ള എല്ലാ സിനിമകളും നമ്പർ ഓഫ് ഡേയ്സിനകത്ത് തന്നെ ചെയ്തു. ഈ കൃഷി പറഞ്ഞതുകൊണ്ട് ഇതൊരു കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ സിനിമയാണല്ലോ. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കോയിമിൽഗ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു എക്സ്റ്റൻഷനിൽ വരുന്ന സിനിമ. അപ്പോൾ കോയിമിൽഗ സെറ്റ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അതിന്റെ 2ാം ഭാഗമായിട്ട് വരുന്നു. അവിടെ ഈ പറഞ്ഞ വിഷ്വൽസ്കെയും ഡിസൈനിലൊക്കെ അപ്ഗ്രേഡ് ആവുന്നുണ്ട് സിനിമ, അപ്സ്കെയിൽ ആവുന്നുണ്ട്. അത് ശരിക്കും റെസ്പോൺസിബിലിറ്റി ആയിരുന്നില്ലേ, ഇതിനെ മീറ്റപ്പ് ചെയ്യുക, മാച്ചപ്പ് ചെയ്യുക എന്നുള്ളത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ വന്ന സാധനം അതേപോലെ ഷൂട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം അതങ്ങനെ അതൊരു നല്ല ഇത് തന്നെയായിരുന്നു. അപ്പം അതിനോടൊപ്പം നമുക്ക് അതിനൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കില്ല. ഇതിൽ തന്നെ ഈ കൃഷി തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എപ്പോഴെല്ലാവരും VFX പറ്റി പറയും, പ്രാക്ടിക്കൽ എഫക്ട്സിനെ പറ്റി പറയും. ഋതിക് റോഷൻ ചാടുന്നത്, പറക്കുന്നത്, പ്രത്യേകിച്ച് ഈ ക്ലൈമാക്സ് സീക്വൻസില് നസ്രുദ്ദീൻ ഷായെ ചേസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ അതിലൊക്കെ ചാടി മറന്നു വരുന്നത്. ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നതില് എന്താ ശരിക്കും എക്സിക്യൂഷൻ? അതെല്ലാം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള ഈ ഹൈ ടവറിന്റെ മേളിൽ കൂടെ ഒക്കെ പോകുന്നതൊക്കെ ക്രെയിനുകളാണ്. വലിയ നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്രെയിൻസ് ഉണ്ടല്ലോ, 200 അടി 250 അടി ഹൈറ്റില് 2-3 ക്രെയിൻസ് ഉണ്ടാകും എപ്പോഴും. ആ ക്രെയിനിൽ ഇല കേബിളിൽ തൂക്കിയിട്ടിട്ട് ആ കേബിൾ വലിക്കുകയാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ. അതിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്ത് അവർ. അതിനകത്ത് ഈ പറഞ്ഞ ആക്ഷൻ ഡയറക്ടർ വളരെ വലിയൊരു എക്സ്പെർട്ടാണ്. അയാളുടെ അതിന് മുമ്പുള്ള കുറേ സിനിമകളുണ്ട്. അതായത് ദ ഹീറോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണാണ്. ആക്ഷൻ സ്ഥലത്തോളം ഭയങ്കര ഫൈൻ ആക്ഷനാണ് ദ ഹീറോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഹൗസ് ഓഫ് ഫ്ലൈയിങ് ഡാഗേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു സിനിമ. ഇതെല്ലാം ചൈനീസ് ആക്ഷൻ എന്ന് പറയാമല്ലോ, അത് ഭയങ്കര പെർഫെക്ഷനുള്ള ആക്ഷൻ. അതിനകത്ത് ഈ ഫ്ലൈയിങ് ആണ് ഇവരുടെ ഒരു വലിയൊരു സംഭവം. ചൈനീസ് സിനിമകൾ കണ്ടിട്ട് അറിയാൻ പറ്റുമല്ലോ, ഇവരെപ്പോഴും ഇങ്ങനെ ലേക്കിന്റെ മുകളിൽ കൂടി അതിലെല്ലാം ഇങ്ങനെ പറന്നു വന്നിട്ടാണ് അവരുടെ അഭ്യാസം നടത്തുന്നത്. അപ്പോൾ ഈ ഫ്ലൈയിങ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു എക്സ്പെർട്ടൈസ്. അതുകൊണ്ട് അവർക്ക് ആ കേബിൾ പുള്ളിങ് എന്ന് പറയുന്ന ഒരു സംഭവം അതുവരെയും ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള കേബിളൊന്നും ഇല്ല. നമ്മളൊരു സാധാരണ 30 അടി പൊക്കത്തുള്ള ഒരു ക്രെയിന് അതേ വെച്ചിട്ടുള്ള കേബിളിലുള്ള വലിയ പിടുത്തമൊക്കെ ഉള്ളായിരുന്നു. ഇതിന് ശേഷമാണ് ഇന്ത്യൻ സിനിമയിൽ ശരിക്കും ഈ കേബിൾ പ്രോപ്പർ കേബിൾ വർക്കുകൾ തുടങ്ങിയത്. അപ്പം അത് ഈ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വേറെ ബിൽഡിംഗ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അവിടെ ബോട്ടിന്റെ മേളിൽ കൂടെ, ആ കനാലിന്റെ മേളിലുള്ള ബോട്ട്, ആ ഒരു ബോട്ടിന്റെ മേളിൽ നിന്ന് വേറെ ബോട്ട്, അതൊക്കെ റിയൽ ആണ്. അതിൻ്റെ അവിടെ എവിടെയൊക്കെ ക്രെയിൻ ഉണ്ടാവും. ആ ക്രെയിൻ വഴി അവിടെ താഴേണ്ട സമയത്ത് അവർ താഴ്ത്തും, പൊക്കേണ്ട സമയത്ത് പൊക്കും. അങ്ങനെ ആ ഒരു കേബിൾ പുള്ളിങ്ങിന്റെ ഒരു റിതമുണ്ട്. ആ ഒരു ഇതിലാണ് അയാൾ പോയി പ്രാക്ടീസ് ചെയ്യുക ചെയ്തിട്ടാണ്. ഈ ചാട്ടം പറഞ്ഞപ്പോൾ നേരെ കണക്ട് ചെയ്ത് റൗഡി റാത്തോറിലെ ഈ ഇന്റർവെൽ സീക്വൻസില് മുകളിൽ നിന്ന് അക്ഷയ് കുമാർ ചാടുന്ന പോർഷൻ ഇല്ലേ, മറ്റേ ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ സൈഡിൽ ഫൈറ്റ് നടക്കുമ്പോൾ മുകളിൽ നിന്ന് ചാടി വരുന്നത് ഒരു ഇതൊക്കെ ആയതൊക്കെ സുദർശനക്കർ പോലെ. അതായത് ഞാൻ എപ്പോഴും ആലോചിക്കും, സന്തോഷ് തുണ്ടിയിൽ ചെയ്യുന്ന സിനിമകളുടെ ടോണ്, മറ്റേ ജോണ്ടർ, ഇതെല്ലാം എല്ലാ പരിപാടിയും പിടിക്കുന്നുണ്ടല്ലോ. വലിയ സിനിമ ചെറിയ സിനിമ ഒന്നുമില്ല, മസാല വേണം, മസാലയുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം നമ്മളിപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണത്തിന് TV ചന്ദ്രൻ സാറിന്റെ മറ്റേ പെങ്ങളില്ല എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. വളരെ സിമ്പിളായിട്ട് അതിന് നാഷണൽ അവാർഡിന് വേണ്ടി നോമിനേഷനൊക്കെ പോയായിരുന്നു. സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ നിന്ന് അതാരം സെലക്ട് ചെയ്തു. അപ്പം അത് അതിൻ്റെ സ്ക്രിപ്റ്റ് അതിന് വേണ്ടിയ രീതിയിൽ നമ്മളത് ചെയ്യുന്നു. അല്ലാതെ നമ്മളൊരു സ്റ്റൈലുമായിട്ട് എന്നിട്ട് അതെവിടെ ഇറക്കുക എന്നുള്ള ഒരു സംവിധാനം ഒരു ടെക്നീഷ്യനും പറ്റുന്നതല്ല. ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഒരു DOP ആണെങ്കിലും അത് സിനിമയുടെ കഥയും അതിൻ്റെ ഒരു ശൈലിയായിട്ട് നമ്മൾ ബ്ലെൻഡ് ആകുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതല്ലാതെ നമ്മൾ ചില സാഹചര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരുടെ അവരുടെ ഏത് സിനിമയാണെങ്കിലും അവരുടെ വർക്ക് ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. അത് അവരുടെ ശൈലിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം സിനിമയ്ക്കാണ് ഒരു ശൈലി വേണ്ടി, അല്ലാതെ നമ്മുടെ സിനിമാറ്റോഗ്രാഫിക്കല്ല. ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഡയറക്ടറുടെ വിഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം അതിനുള്ളൊരു കോൺട്രിബ്യൂഷനായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അല്ലാതെ നമ്മളവിടെ പോയി നമ്മുടെ ശൈലി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സിനിമയും അതിൻ്റെ ശൈലിയിലേക്ക് നമ്മളെ ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ പെട്ടെന്ന് റൗഡിരാത്രി പറഞ്ഞപ്പോഴേ അതായത് പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്ന വേണ്ടി ചോദിക്കാനായിരുന്നു. ഈ പറഞ്ഞ പല സിനിമകളിലായിട്ട് പല രീതിയിലുള്ള പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ ശരിക്കൊരു
പേഴ്സണൽ ഹൈ ഉണ്ടോ? അത് ഞാൻ ചോദിക്കുന്നത് ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നു, ഡ്രാമ ഷൂട്ട് ചെയ്യുന്നു, ഒരു ഭയങ്കര ഇമോഷണൽ എക്സ്ചേഞ്ചുകൾ ഷൂട്ട് ചെയ്യുന്നു, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആക്ഷൻ ഷൂട്ട് ചെയ്യുന്നു. പാട്ട് എന്ന് പറയുമ്പോൾ ഫുൾ ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മൊണ്ടാഷ് ആയിരിക്കാം. പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്നതില് ഇത്രയും സിനിമകളുടെ എക്സ്പീരിയൻസ് ഉള്ള സന്തോഷായിട്ടുള്ള ഒരു ടേക്ക് എന്താ? പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു കുറച്ചുകൂടെ എന്താ പറയുക എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷൂട്ടിങ് എപ്പോഴും അതിൻ്റെതായ ഒരു ഫിസിക്കൽ ഇതുണ്ടാകും. നമുക്ക് ഒരു DOP സംബന്ധിച്ചിടത്തോളം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു എൻജോയ്മെന്റ് പ്രൊസീജിയർ ഉണ്ടാകുന്നില്ല. അതിനകത്ത് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അത് പാട്ടാണേലും സീനാണേലും എപ്പോഴും നമ്മുടെ 100 പ്രശ്നങ്ങളുണ്ടാകും ഇതിനകത്ത്. സൺലൈറ്റ് മറ്റേത് ആർട്ടിസ്റ്റ് വരുന്നു, ലൈന് വേന് പല പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അത് എല്ലാം സോൾവ് ആക്കി നന്നായിട്ട് കൊണ്ടുപോയി ഒരു ഷോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. അത്രേ ഉള്ളൂ. ഇതൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പ്രഭുദേവ പറഞ്ഞാണ്, ഈ റൗഡി റാത്തോടിൻ്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞാണ്. അതായത് പുള്ളി ഏതൊരു തമിഴ് സിനിമ ചെയ്യുന്ന സമയത്ത് പ്രഭുദേവ അതിഭയങ്കരമായ ഒരു ഡാൻസ് ചെയ്തു. പുള്ളി ആക്ട് ചെയ്യാം, എല്ലാവരും കൈയടിച്ചു. സ്റ്റുഡിയോ നിൽക്കുന്ന ഈ ജൂനിയർ ഡാൻസേഴ്സ് എല്ലാവരും കൈയടിച്ചു. ഇപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി. പുള്ളി ഇങ്ങനെ സൈഡിലോട്ട് നിൽക്കും. അപ്പോൾ ഉടനെ DOP പ്രഭുദേവയെ ഇങ്ങനെ അടുത്തോട്ട് വിളിച്ച്, ഇടാ നീ മാർക്കിൽ വന്നിട്ട് മാർക്കിലല്ല നീ ഡാൻസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മാർക്ക് കൊടുക്കല്ലോ നമ്മള് എന്ന് പറഞ്ഞ പോലെ ഒക്കെയുള്ള DOP-മാരുടെ ടെൻഷൻ വേറെയാണ്. അത് DOP-മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മറ്റേ ഗ്രാമത്തിൽ പോയിട്ടുള്ള ഡാൻസ് നമ്പർ ഉണ്ടല്ലോ, നൈറ്റ് ഷൂട്ട് ചെയ്ത്, അത്രയും ഗ്രാൻഡിയർ ആണല്ലോ പാട്ടെല്ലാം. അത്രയും ആളുകള് ഡാൻസ്, നാസറിന്റെ അവിടെ ഒരു എന്താ പറയുന്ന ഒരു ഫോർട്ടിൽ ഷൂട്ട് ചെയ്തത്. അങ്ങനത്തെ കുറെ ഈ പറഞ്ഞ നമ്മളെ ഈ കൃഷിന് വേണ്ടി സർക്കസ് കൂടാരത്തിലുള്ള പാട്ടുണ്ട്. കൊച്ചു കൊച്ചു വരുവാണെങ്കിൽ നേരെ ഈ ക്യാമ്പസിനകത്തുള്ളത്, സമ്മർ ക്യാമ്പില് പാട്ടുണ്ട്. അതായിരുന്നു എന്റെ ആദ്യത്തെ ഷൂട്ടിങ് തന്നെ, ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാല്. അത് ആസ് എ DOP എന്റെ എക്സ്പീരിയൻസ് വളരെ വളരെ പരിമിതമാണ്. ഷൂട്ട് എന്നുള്ള അറിവ് അത് കഴിഞ്ഞിട്ട് ചെറിയ സാധനങ്ങളിലൊക്കെയുള്ള എന്റെ മുന്നിലോട്ട് ഇത്രയും വലിയൊരു സെറ്റ്, ഈ ഒരു സാധനം വന്നു കഴിഞ്ഞപ്പോഴും ശരിക്കും നമ്മള് പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിങ്ക്ട് ബേസ്ഡ് ക്യാമറമാനായിട്ട് നമ്മളൊക്കെ ചെയ്തു. അത് ഭയങ്കര രസമുള്ളതായിരുന്നു. അതിലൊരു എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ കുച്ചുവത്താക്കിയിൽ നേരെ ഫസ്റ്റ് റാണി മുഖർജി വേണ്ടി ചെയ്ത് ഇരുന്ന് കഴിഞ്ഞ് പാസ്റ്റ് ഒരു മൊണ്ടാഷ് കാണിക്കല്ലോ. ഇവരുടെ ഒരു ഗ്ലോ ഉണ്ടല്ലോ എൻ്റെ വിഷ്വലില്. അവിടെ പാട്ടുകൾ ചെറിയ, അതൊരു DOP ടെക്നിക്കാണോ എഡിറ്റർ ടെക്നിക്കാണോ? DOP ഇത് തന്നെ ആയിരിക്കും. അന്നൊന്നും DI ഒന്നും ഇല്ലല്ലോ. DI ഇല്ല, ഇതെല്ലാം റിയൽ ഷൂട്ടിങ്ങിന്റെ സാധനങ്ങളാണ് വരുന്നല്ലോ. അതിനകത്ത് കളർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മളെ ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാം, പിന്നെ പ്രൈമറി കളേഴ്സ് ചില കൂട്ടുക കുറയ്ക്കാം ചെയ്യാം. അതൊരു പരിധി കൂടുതൽ പറ്റില്ല. ജസ്റ്റ് ഒരു ബാലൻസിങ് എന്ന് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ ഈ ഗ്ലോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തായിരിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു സമയത്ത് വിഷ്വൽ കാണുന്നത് സിനിമയുടെ റെഫറാണ്. അയാളുള്ള ട്രസ്റ്റില് അയാളുടെ ഓക്കെ ആണല്ലോ പലപ്പോഴും ഒരു മേക്കറുടെ ഓക്കെ ആയി മാറുന്നത്. ഈ വിറ്റ്നസിങ് പെർഫോമൻസ് പറയുന്നുണ്ടല്ലോ. ഇപ്പോ ദേവദൂതനിലെ മോഹൻലാൽ എന്നുള്ളത് പലരും എത്ര തവണ പറഞ്ഞാലും മതിവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ ഇപ്പോ പളുങ്ക് ചോദിക്കുകയാണെങ്കിൽ പളുങ്കിൽ ഇപ്പൊ ഒരു ക്ലൈമാക്സ് സീക്വൻസിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് പറയാം. വക്തിൽ അമിതാഭ് ബച്ചനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വിറ്റ്നസിങ് പെർഫോമൻസുകൾ അതിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഉറപ്പായിട്ട് അറിയാം സ്ട്രെസ്ഫുൾ ആണ്, ടെക്നിക്കലാണെന്ന് അറിയാം. DOP എത്രമാത്രം ഇമോഷണലാണ്, ഇത് കണക്ട് ആവാറുണ്ടോ ഒരു പെർഫോമൻസ് കാണുന്ന സമയത്തേക്ക്? ഇതിനെ കുറിച്ച് പറഞ്ഞാല് ഈ ജാപ്പനീസ് ഡയറക്ടറുള്ള കുറസോവയുടെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഓട്ടോബയോഗ്രഫി ഓഫ് ഫിലിം മേക്കർ എന്ന് പറയുന്നത്. ആ ബുക്കിനകത്ത് പുള്ളിയുടെ DOP-യെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് കുറസോവയുടെ ഇതൊരു സിനിമ ഷൂട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീൻ കഴിഞ്ഞ് എല്ലാവരും ആശ്വാസത്തോടെ നോക്കി. അപ്പം DOP നോക്കിയപ്പോൾ DOP-ക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല, അയാൾ ഭയങ്കരമായിട്ട് കരച്ചിലാണ് എന്ന് പറഞ്ഞ പോലെ ഉള്ള അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മള് ഈ പറഞ്ഞ ഓരോ ആക്ടേഴ്സിന്റെ ഒരു പെർഫോമൻസ് നമ്മളെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ഇംപ്രസ് ആക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും. അത് പലപ്പോഴും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നമുക്കുണ്ടാകും. അവർ നമ്മൾ വിചാരിക്കുന്നതിൽ നിന്ന് ഒരു ലെവലിലൂടെ മേൽ ആ ഒരു പെർഫോമൻസും അത് വഴിയായിട്ടുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. എന്താണ് ഒരു വലിയ ആർട്ടിസ്റ്റും ആക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം പബ്ലിക് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കണക്ട് ആവുന്നു. അവരുടെ റിയാക്ഷൻ പബ്ലിക്കിലേക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നു അല്ലേ. സെയിം ആക്ടിങ് വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചാൽ ചിലപ്പോൾ അത് ഇവിടെയോട്ട് കണക്ഷൻ ഇതാകുന്നില്ല. ആ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും ഇതെന്താ ആൾക്കാർ സ്റ്റാർസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ
അപ്പോൾ അവരെ പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവരായിട്ട് കണക്ട് ആകുന്നു, അവരെന്ത് ചെയ്താലും നമ്മൾ ഓക്കെ ഹാപ്പി, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അതൊരു ആക്ടിങ്ങിൻ്റെ ഒരു ഓരോ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കാറുണ്ട്. ഓരോ സട്ടിൽ ആക്ടിങ്ങും അല്ലാതെയും ആയിട്ടൊക്കെയുള്ള. ഷൂട്ടിംഗ് മോഹൻലാൽ എന്തായിരിക്കും ഒരു എക്സ്പീരിയൻസ്? ഷൂട്ടിംഗ് മോഹൻലാൽ ആദ്യം പറഞ്ഞ പോലെ അസിസ്റ്റ് ചെയ്യുന്ന സമയം തൊട്ടേ ഞാൻ ഒരു മോഹൻലാൽ സിനിമ അസിസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത് ലാൽ സാർ ആയിട്ടുള്ള ദേവദൂതനായിരുന്നു. പിന്നെ 2-3 ഓഫ് ബീറ്റ് സിനിമകളായിരുന്നു പിന്നീട് ചെയ്തത്. അങ്ങനെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെയധികം നമ്മളെ ക്രൂവിനെ മൊത്തം, നമ്മളെ DOP മാത്രമല്ല, ക്രൂവിനെ മൊത്തം വളരെ കംഫർട്ടബിളാക്കി എന്നൊരു അന്തരീക്ഷത്തിലാണ് പുള്ളി ഷൂട്ടിങ് ചെയ്യുന്നത്. അതായത് ഒരു സ്ട്രെസ്സ് വളരെ കുറയ്ക്കും. അദ്ദേഹമാണ് മെയിൻ ആക്ടർ എന്നുണ്ടെങ്കിൽ തമാശകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഒരു അങ്ങനെ സ്ട്രെസ്സ് കുറയുന്ന അന്തരീക്ഷം ഇപ്പോൾ എല്ലാവർക്കും നല്ലതാണ് ഷൂട്ടിങ്. അതൊരു ഒന്നാമത്തെ ഒരു കാര്യം. സ്ട്രെസ്സ് കുറഞ്ഞിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകും അത്. പിന്നീട് ആക്ടിങ് കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ ആയിട്ട്, ഞാൻ ഫുട്ബോൾ സ്ഥിരം കാണുന്ന ഒരാളാണ്. ഈ മെസ്സിയുടെ ഫുട്ബോൾ കാണുമ്പോൾ മെസ്സി വളരെ ലൈറ്റായിട്ടാണ് കളിക്കുന്നത്. അല്ലാതെ എംബാപ്പയൊക്കെ കളിക്കുന്ന പോലെ അടിച്ചു അഗ്രസീവായിട്ട് അടിച്ചു വിടുക അങ്ങനെയുള്ള ഒരു കളി മെസ്സി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വളരെ ലൈറ്റായിട്ട് അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും, അത് പോയി ഗോളാകും. വലിയ ഡിസ്റ്റൻസിൽ നിന്നാണെങ്കിൽ പോലും പുള്ളി തട്ടി വിടുന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് സിമ്പിളായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഒരു രീതിയാണ് ലാൽ സാറിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത്. വളരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ആ ഒരു മെസ്സി സ്വഭാവമുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ട് ഈ ദേവദൂതന്റെ ഇനീഷ്യൽ സീക്വൻസില് ഈ പ്രസ് മീറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതില് ലാലേട്ടൻ ഇരുന്നിട്ട് മറ്റേ അമ്മാവന് അടി കിട്ടിയ സാധനം പറഞ്ഞിട്ട് ടേയ് 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 എന്ന് പറഞ്ഞ് പുള്ളി ഇതിങ്ങനെ ഒരു അനക്ഡോട്ട് അവിടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ആ മൊമെന്റ് ഷൂട്ട് ചെയ്ത് ചോദിക്കണമെന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇയാൾ വേറെ തന്നെ ഒരു തലത്തിൽ ആയിരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഞാനൊരിക്കലും ഈ ഒരു 3-4 വർഷം മുമ്പ് ലാൽ സാറിനായിട്ട് ഒരു ഫിലിമിനിടയ്ക്ക് ഒരു വൈകിട്ടൊരു പാർട്ടിയിൽ ഡിന്നർ സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു സാറിനോട് ഇപ്പോൾ ഒഫീഷ്യലൊന്നും അല്ല, നമ്മൾ വെറുതെ ഒരു ഇഷ്ടപ്പെട്ട ഒരു 10 സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും? 2-3 സിനിമകളുടെ പേര് പുള്ളി പറഞ്ഞു. അതിനെ കൂടുതൽ ഒരു സിനിമ ദേവദൂതനായിരുന്നു. പുള്ളി അത് ഭയങ്കര എൻജോയ് ചെയ്തൊരു സാധനം. അതായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ ആ സിനിമ ഫസ്റ്റ് ഷൂട്ട് ചെയ്തതായിരുന്നു. അത് ഇവർ ക്യാമറ, എന്താ പറയുക, ന്യൂസ് ക്യാമറ, അതിൽ നിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് പുള്ളി അവിടെ ഇരിക്കുന്നു, ഒരു അങ്ങനെ എന്തോ ഒരു സാധനം, അതിനകത്ത് നിന്ന് പുള്ളി അവിടെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം. അതായിരുന്നു ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. അതുപോലെ ഈ അതാ ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ ആവാഹിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ മലയാളത്തിൽ ആവാഹിക്കുക എന്ന് പറയുന്നത്. അത് പുള്ളി വളരെ ഈസി ആയിട്ട് ആവാഹിക്കുകയും അത് റിപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അത് ഒരു വല്ലാത്തൊരു, അതൊക്കെ ആണല്ലോ ഒരു പേഴ്സണൽ കഴിവെന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിസിപ്ലിൻ, അതും വളരെ നമ്മൾ വളരെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഈ ദേവദൂതലിൽ ഒരിക്കൽ ഏർലി മോർണിംഗ് ഷോട്ട് എടുക്കാനായിട്ട് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകും. എറണാകുളത്ത് താമസമാണ്. 5:30 ഇവിടെ അടുത്ത് എല്ലാവരും റൂമിൽ നിന്ന് വിട്ടൊരു 6:30 അടുത്താണ് ഷോട്ട് എടുക്കേണ്ടത്. അപ്പം ഞാനും സ്വിസാറുമാണ് ആദ്യം റൂമിൽ നിന്ന് ഇട്ട് പോയത്. ഞങ്ങൾ പോയി, അത് കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റൊക്കെ അവിടെ എത്താൻ തുടങ്ങിയുള്ളൂ. ഞങ്ങൾ ആദ്യം അവിടെ എത്തുമ്പോൾ ഞങ്ങൾ നോക്കും ഓൾറെഡി ലാൽ സാറ് അവിടെ ഒരു പുള്ളിയുടെ അന്നത്തെ വണ്ടിയിൽ ചാരി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, കോസ്റ്റ്യൂമൊക്കെ ഇട്ട്. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇനി ഏർലി മോർണിംഗ് ഷോട്ട് മിസ്സാകണ്ട എന്നുള്ളൊരു ഇതാണ്. അന്നത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് അങ്ങനെ അത് അവിടെ കടൽ തീരത്ത് വെച്ച് പിയാനോ വായിക്കുന്ന കുറേ ഷോട്ട്, കടൽ തീരത്ത് പിയാനോ, ആ സാധനങ്ങളാണ്. മറ്റേ പുള്ളി ഒരു ലോഹ പോലത്തെ ഒരു സാധനം കിട്ടും, ഷോളൊക്കെ ഇട്ട് വരുന്ന അങ്ങനെ. ഈ എന്തൊരു മഹാനുഭാവലു കണക്ട് ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വിഷ്വൽ ഡിസൈൻ യൂണിവേഴ്സൽ ആയിരുന്നല്ലോ. ഒരു ഓർക്കസ്ട്രേഷന്റെ വിഷ്വൽസ്, അല്ലാതെ തന്നെ ഇതൊരു ഇന്റർനാഷണൽ ആൽബം പോലെ വിഷ്വൽ ഡിസൈൻ സെറ്റ് ചെയ്യുന്നത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഒരു എന്താ പറയുന്നത് അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം. അതിന് ഈ പറഞ്ഞ ഞാൻ നേരത്തെ റെഫറൻസുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ടേ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ മ്യൂസിക് ആൽബങ്ങള് അങ്ങനത്തെ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ റെഫറൻസ് അന്നത്തെ കാലത്ത് ഈസി ആക്സസ് ചെയ്യാൻ. ഇന്നിപ്പം ചുമ്മാ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഫറൻസ് വരും, ഇല്ലെങ്കിൽ ജെമിനിയോട് പറഞ്ഞാൽ ജെമിനി ഉണ്ടാക്കി തരും. പല പല പ്രശ്നങ്ങളുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഒരു ബുക്കുകള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലെ, അല്ലെങ്കിൽ സിനിമ, ഈ 2 സാധനങ്ങളേ ഉള്ളൂ നമ്മൾ റെഫറൻസ് ചെയ്യാനായിട്ട്. അതും സിനിമയാണെങ്കിലും അങ്ങനെ അവൈലബിൾ അല്ലല്ലോ, ഇവിടെ പോയി സിനിമ റെഫർ ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടത്ര സിനിമ പുറത്തിറങ്ങി കാണാൻ പറ്റില്ല. പിന്നെ ബുക്കുകളൊക്കെയാണ്, അതൊക്കെയാണ് റെഫറൻസ് ആയിട്ട് വന്നിട്ട് സ്റ്റിൽസ്. ഈ ഷൂട്ടിംഗ് മോഹൻലാൽ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് മമ്മൂട്ടി എന്നുള്ളത് കൂടെ ചോദിക്കണം തോന്നുന്നു. അതിൽ ഈ പളുങ്ക്
പ്രധാനപ്പെട്ട സിനിമ? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയെ മൂക്കായുടെ കൂടെ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ പിന്നെ ലാൽ സാറിനോട് 4-5 സിനിമ ചെയ്യാൻ അവസരം ഉണ്ടായി. പളങ്കായിരുന്നു. പളങ്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ സ്പെഷ്യലി ക്ലൈമാക്സ് സീക്വൻസ് ആണല്ലോ ഇപ്പോ മഴയത്ത് ഇങ്ങനെ പുള്ളി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആക്ടിങ്ങിൽ അറിയാമല്ലോ നമുക്ക്. ആ ഒരു ഭയങ്കര നമ്മളിലേക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷൻ കൺവേ ചെയ്യാൻ വളരെ എനിക്ക് മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ മറ്റേ വടക്കൻ വീരകഥയിലെ ചന്തു തന്നെയാണ്. അതിന്റെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. തിയേറ്ററിൽ പിന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. എനിക്ക് ഈ പ്രാവശ്യം റീ റിലീസ് ചെയ്തപ്പോൾ കാണാൻ പറ്റിയില്ല. ഞാൻ ബോംബെയിലായിരുന്നു, കാരണം കാണാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമുക്കായിട്ട് ഒരു ഈ ഡയലോഗ് ഡെലിവറിയും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ ഭയങ്കര ഒരു ഇരുത്തം വന്ന ഒരു അഭിനയം, അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരാൾ ഈ കരയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അത് കൂടുതലായിട്ട് ഇമോഷണലായിട്ട്. അത് ചിലപ്പോൾ പുള്ളി കരയേണ്ട ആവശ്യമില്ല, സൗണ്ട് മാറ്റി തന്നെ ഷൂട്ടിംഗ്. അമിതാഭ് ബച്ചൻ എങ്ങനെയാ? അമിതാഭ് ബച്ചൻ ഈ പറഞ്ഞ പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എന്നുവെച്ചാൽ പുള്ളി ഈസ് നോൺ ഫോർ ദാറ്റ് പങ്ക്ച്വാലിറ്റി, പ്രൊഫഷണലിസം. നമ്മൾ പിന്നെ പുള്ളിക്ക് നോളജും ഉണ്ട് സിനിമ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു പാറ്റേൺ. ചില ആക്ടേഴ്സിന് എത്ര സീനിയർ ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് നോളജ് കുറവായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഈ ടൈമിന് വരിക എന്നുള്ളൊരു സംഭവമൊക്കെ പുള്ളി വളരെ എപ്പോഴും പാലിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരു 3 മണിക്കൂർ ഏർലി മോർണിംഗിൽ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ബോംബെയിൽ നിന്ന് 3 മണിക്കൂർ ദൂരെ അദ്ദേഹം, ഞങ്ങളെല്ലാം തലേദിവസം പോയി താമസിച്ചു, കാരണം 7 മണി ഷിഫ്റ്റ് ലേറ്റ് ആകാതിരിക്കാനായിട്ടൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ബോംബെയിൽ നിന്ന് വന്നോളാം എന്ന് പറഞ്ഞു, സിറ്റിയിൽ നിന്ന്. എന്നിട്ട് ഞങ്ങളവിടെ ഡയറക്ടറായിട്ട് ഈ പറഞ്ഞ പോലെ 6:45 ആകുമ്പോൾ അവിടെ എത്തുമ്പോൾ അവന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പുള്ളിയുടെ വണ്ടി ഓടിച്ച് ബോംബെയിൽ നിന്ന് അവിടെ എത്തി. കറക്റ്റ് 6:45 ആകുമ്പോൾ ആളുകളിലെത്തി. ഈ രണ്ട് ബോളിവുഡ് മോളിവുഡ് എടുക്കുവാണെങ്കിൽ 2 തരത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന 2 സ്ട്രക്ചറിൽ നിൽക്കുന്ന ഇൻഡസ്ട്രീസ്, എന്താ ശരിക്കൊരു കംഫർട്ട് പോയിന്റ് എന്താണ് 2 ഇൻഡസ്ട്രിയുടെയും? അങ്ങനെയുള്ള കംഫർട്ട് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിലെ കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ വലിയ സ്റ്റാർസിനോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ പൊതുവെ ഒരു 8 മണിക്കൂർ ഷിഫ്റ്റാണ് വയ്ക്കുന്നത്. അത് മാക്സിമം കൂടി വന്നാൽ ഒരു 10 മണിക്കൂർ. ആ ഒരു 10 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളും ഫ്രീ ആകും, നമുക്ക് പരിപാടി തീരും. അത് ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് സിറ്റുവേഷൻ ആണ്. ഇവിടെ ആകുമ്പോൾ നേരെ തിരിച്ച് നമ്മൾ രാവിലെ 6 തൊട്ട് രാത്രി 9 മണി വരെ 14-15 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നത് വേറൊരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തെ കണ്ടെന്തോ 12 മണിക്കൂർ അങ്ങനെ എന്തോ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഫെഫ്കായ മറ്റൊക്കെ പറഞ്ഞെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു വേറെ ഏത് ഇൻഡസ്ട്രികൾ സാധാരണ എല്ലാ ഇൻഡസ്ട്രി 8 മണിക്കൂർ വർക്ക് ചെയ്യും, അതല്ലെങ്കിൽ 12 മണിക്കൂർ. 12 മണിക്കൂറിന് മേളിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം അത് പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളെ പറ്റില്ല. നമ്മൾ ഇതേ ഹിന്ദി സിനിമയോ മലയാളം സിനിമയോ ലണ്ടനിൽ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഈ 12 മണിക്കൂർ ബാരിയർ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അവിടുത്തെ ക്രൂ വരില്ല, ഡ്രൈവേഴ്സ് പോലും വരില്ല. അവർ ഒരു ലൈറ്റിംഗ് ചെയ്യുന്ന ആള് ലൈറ്റ്മാൻ അയാൾ റിഫ്യൂസ് ചെയ്യും വരാനായിട്ട്. കാരണം അയാൾ പറയുന്നത് അത് അഗെയിൻസ്റ്റ് ഇൻഷുറൻസ് റൂൾസ് ആണ്. അത് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലാതെ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിൻ ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല, നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത് അങ്ങനെ ഒരു നാഷണൽ ഇതാണ്. അത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ 15 മണിക്കൂർ 20 മണിക്കൂറൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാന്നുള്ളത്. അത് ഔട്ട്പുട്ടിനെയും ബാധിക്കും. എനിക്കത് 12-ൽ തന്നെ ഒതുക്കണമെന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ട് അഭിപ്രായമുള്ളതാണ്. കാരണം നമ്മൾ എത്ര ലേറ്റ് ആകുന്നതനുസരിച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും ഔട്ട്പുട്ടിനെ ബാധിക്കും. ക്രിയേറ്റീവായിട്ടുള്ള വീക്കാവും ഒക്കെ ഉറപ്പാണ്. പിന്നെ എങ്ങനെയെങ്കിലും തീർക്കാനായിട്ടുള്ള ഒരു പരിശ്രമമായിരിക്കും ചെയ്യുന്നത്. അത് അവിടുത്തെ ഒരു കംഫർട്ട് പോയിന്റ് ആയിരുന്നു ബോംബെയിൽ. സാറിന്റെ പ്രൊഫൈലിൽ ഭയങ്കര രസമുള്ള കാര്യം തോന്നിയിട്ടുള്ളത് ഡീൻ കുൻഡയുടെ കൂടെയും വില്ലി വില്യംസിന്റെ കൂടെയും സ്പെൻഡ് ചെയ്ത കുറച്ച് ടൈം ഉണ്ടല്ലോ. ഉറപ്പായിട്ടും ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു ലൈഫ് ലോങ് ചെറിഷിങ് ടൈം ആയിരിക്കത്തില്ലേ? ഉറപ്പായിട്ടും ജുറാസിക് പാർക്ക് ആണെങ്കിലും ഗാന്ധി ആണെങ്കിലൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. അതെ അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുനെയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഒരു ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വിടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടുന്ന് എനിക്കാണ് പോകാൻ അവസരം ഉണ്ടായത്. അപ്പം അന്ന് ഇത് എല്ലാ വർഷവും ഈ സംഭവം ഉണ്ടാകാറുണ്ട്. ആ വർഷം വന്നത് ഗാന്ധിയുടെ DOPയും ജുറാസിക് പാർക്കിൻ്റെ DOP ഇവർ രണ്ടുപേരുമായിരുന്നു. അവർ ഇൻ്റർനാഷണലി ഒരു 10-30 രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് അവരുടെ കൂടെയുള്ള വർക്ക്ഷോപ്പും മീറ്റിങ്ങും പടം കാണിച്ച് ഡിസ്കഷൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള 2-3 ആഴ്ച പ്രോഗ്രാമായിരുന്നു. അത് ഭയങ്കര വലിയ ഒരു എന്താ പറയുന്നത്, ആ സമയത്ത് നമ്മുടെ ഉണ്ടാകുന്ന വലിയൊരു അനുഭവമായിരുന്നു.
യാത്രയ്ക്ക് ശേഷമുള്ള അവിടെ താമസം, പിന്നീട് ഈ പറഞ്ഞ ഡെയിലി റൂട്ട്, അത് ഞാനിപ്പോഴും ഓർക്കുന്നത്. അന്ന് ഗാന്ധിയുടെ ക്യാമറമാൻ വില്ലി വില്യംസ് ഏതോ ഒരു സിനിമ പുള്ളിയുടെ ഇങ്ങനെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രീനിങ്ങിൽ ഹാളിൽ എൻ്റെ പുറകിലായിട്ട് പുള്ളി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് കാണാം ഇങ്ങനെ സൈഡിൽ നിന്ന്. അപ്പം പുള്ളി ഇത് കണ്ടിട്ടിരുന്ന പുള്ളി ഇന്ന് കരയാണ്. പുള്ളിയുടെ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ ഒരുപാട് ഇതിൻ്റെ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമസ്കാരം അവിടെ ഇട്ടുള്ള അടിയൊക്കെയാണ്. വില്ലി വില്യംസ്. ഈ ലോങ് ജേണി ഉണ്ടല്ലോ, 98 മുതൽ ഇങ്ങോട്ടേക്കുള്ള സിനിമയുടെ ഒപ്പം തന്നെയാണ് ജേണി ഉള്ളത്. പല ടെറൈനില് പല ക്യാരക്ടേഴ്സ്, പല ലൈഫെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ ഷോട്ട് ചോദിച്ച പോലെ എന്തായിരിക്കും ഇത്രയും വലിയ കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയി കാണുന്നത്? അങ്ങനെ നമ്മൾ വളരെ ഹമ്പിളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് തുടങ്ങി. അപ്പം ഇത് വാട്ടെവർ അച്ചീവ്മെന്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം എല്ലാം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സിനിമ സംബന്ധമായിട്ട് നമ്മൾ ആലോചിക്കുന്നതാണെങ്കിൽ ഒബ്വിയസ്ലി 2-3 മൈൽ സ്റ്റോൺ ഫിലിംസ് ആണ്. കുച്ച് കുച്ച് ഹോത്താ ഹൈ, ക്രിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ പാത്ത് ബ്രേക്കിംഗ് ഫിലിംസ് എന്ന് പറയാവുന്ന 2 സിനിമകളാണ്. അതായിരുന്നു ഏറ്റവും ഹൈ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒട്ടും സ്ട്രെസ്ഫുൾ അല്ലാതെ നാച്ചുറലായിട്ട് വന്ന ഒരു സാധനങ്ങളാണ്. ഞാൻ ഇത്രയും നേരം ആലോചിക്കുമായിരുന്നു, ഇത്രയും സിനിമകൾ ചെയ്താ ബോളിവുഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറായ ഒരു ക്യാമറ പേഴ്സൺ വളരെ ഹമ്പിളായി, വളരെ ഇതിന്റെ ഒരു തരത്തിലുള്ള ബാഗേജും തലയിൽ കൊണ്ടു നടക്കാതെ വളരെ കൂളായിരുന്നു സംസാരിക്കുന്നു. അങ്ങനെ ആയിരിക്കാന്നുള്ളതും അച്ചീവ്മെന്റ് ആണ്. അത് എനിക്കറിയില്ല, അത് മറ്റുള്ളവർ പറയുന്നതാണ്. ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ സെറ്റിലാണെങ്കിൽ നമ്മളൊരു ലൈൻ ബോയോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ ഒരു വലിയ ആക്ടറോട് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ ഒരുപോലെ റെസ്പെക്ട് കാണിച്ച് അവരെ എല്ലാവരും മനുഷ്യരായി കാണുക എന്നുള്ള ഒരു തിയറിയേ ഉള്ളൂ നമുക്ക്. അല്ലാതെ നമ്മുടെ ഈ ഭാവഭേദങ്ങളും നമ്മുടെ മറ്റുള്ള പുറമേയുള്ള ഇത് കാണിച്ചിട്ടല്ല ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഒന്നുകിൽ നമ്മുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെ ബഹളം, ഇതൊക്കെ കാണിച്ചിട്ട് ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല ശരിക്കും ആദ്യം തൊട്ടേ. എൻ്റെ ഒരു ഫിലിമോഗ്രാഫി എല്ലാം ഉണ്ടായത് വളരെ നാച്ചുറലായിട്ടാണ്. ഞാൻ കരൺ ജോഹറിൻ്റെ സിനിമ ചെയ്ത് ഞാൻ അങ്ങോട്ട് നിന്നിട്ട് എനിക്കൊരു ധർമ്മ പ്രൊഡക്ഷൻ്റെ സിനിമ ചെയ്യണം എന്നുള്ളൊരു സ്വപ്നം കാണുകയും അങ്ങനെ ഉണ്ടായതല്ലേ. എൻ്റെ ഇതിലേക്ക് സിനിമ ഇങ്ങനെ വരികയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരെയും ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളായിട്ട് തന്നെ നിലനിൽക്കാൻ പറ്റുന്നത്. അവസാനമായിട്ട് ചോദിക്കുവാണെങ്കിൽ, ഇത്രയും സംസാരിച്ചു, സിനിമകൾ പറഞ്ഞു, 2-3 സജഷൻ കിട്ടിയ കൊള്ളാമെന്നുണ്ട് ഈ സിനിമകളുടെ കാര്യത്തില്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓഡിയൻസും കൂടെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, ഒരു ടെക്നീഷ്യൻ വരുമ്പോൾ, ഒരു ആക്ടർ, ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു മൂവി സജഷൻ. ഇപ്പൊ ഏത് ഭാഷയിലെയോ ഏത് ടൈം ലൈനിലോ ആവാം, 1, 2, 3 സിനിമകൾ ഈ പറഞ്ഞ പോലെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതെന്തായിരിക്കും? ഞാൻ ഒന്നാമത് ഓർമ്മ പലപ്പോഴും നമ്മൾ പലതും ഓർത്തിരിക്കാറില്ല. എന്നാലും ഞാൻ ജനറലി ഞാനൊരു ഡയറക്ടറുടെ കാര്യം ഇപ്പം പറഞ്ഞ ഇന്നരിട്ടു. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ റെവനന്റ് വരെയുള്ള സിനിമകൾ ഈ മൾട്ടിപ്പിൾ ടൈം ലൈനിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. അതിനകത്ത് 21 ഗ്രാംസ് അമരോസ് പെർസ് അതായിരുന്നു ആദ്യത്തെ ഇന്നരിട്ടു സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 21 ഗ്രാംസ്, പിന്നെ ബേഡ്മാൻ, അങ്ങനെയുള്ള സിനിമകൾ. അത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്താ പറയുന്നത്, അങ്ങനെ ഒരു സിനിമകളും ഡയറക്ഷനും ആണ്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളിപ്പം പഴയ കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രുസോവയുടെ ജാപ്പനീസ് സിനിമകൾ, പിന്നെ യൂറോപ്യൻ സിനിമകളിലേക്ക് വന്നാൽ അവിടെയും ഇപ്പം ഫിലിം സ്റ്റുഡൻസിനൊക്കെ കാണേണ്ട സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പം താർക്കോവ്സ്കി മുതൽ ബർഗ്മാൻ, അങ്ങനെയുള്ള അവരുടെയൊക്കെ കുറെ സിനിമകൾ. ബാക്കി എല്ലാവരും ഇപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴും ബർഗ്മാനെ പറ്റി പലരും ഇപ്പോഴും അധികം ഡിസ്കഷനോട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വരുന്നില്ല. എനിക്കറിയില്ല, ബർഗ്മാൻ സിനിമകൾ കാണേണ്ടത് ഫിലോസഫിക്കൽ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആൾക്കാർക്ക്. അതായത് ഈ പേസിങ്ങും ഫിലോസഫിയാണ് പുള്ളി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫും സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും ഒക്കെ ആയിരുന്നു. അപ്പം പക്ഷെ അത് കാണേണ്ട സിനിമകൾ തന്നെയാണ്. അതൊക്കെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോയ്സ് വെച്ചിട്ട് സിനിമ കാണാൻ പറ്റില്ല. സ്റ്റുഡൻസ് കാണേണ്ടതല്ല, എന്തിനാണ് സിലബസ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം അവർ നിർബന്ധമായിട്ട് ഇത് കണ്ടിരിക്കുക. അത് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, ഡസൻറ്റ് മാറ്റർ. അവർ പക്ഷേ ഇതൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുക, അത്രേ ഉള്ളൂ. മലയാളത്തിൽ സജസ്റ്റ് ചെയ്യാനാണെങ്കിലും റിവേഴ്സ് ഇതിൽ പോയാൽ ഇപ്പം ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട 2 സിനിമകൾ തന്നെ ഏറ്റവും എനിക്ക് വാവ് ഫാക്ടർ തോന്നിയ 2 സിനിമകൾ. ഒന്ന് ലോക ചാപ്റ്റർ ചന്ദ്ര, പിന്നെ ഹിന്ദിയിൽ മെട്രോ
ഇന്ദിനൊമ്മെ, ഓ യെസ്. മറ്റേ അനുരാഗ് ബാസുവിൻ്റെ സിനിമ. ഇത് രണ്ടുമാണ് കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും അടുത്ത് ലേറ്റസ്റ്റ് കണ്ടതിൽ നമ്മളെ നമ്മളെ ഇമ്പ്രസ് ഭയങ്കര കൊള്ളാം. ഇത് വ്യത്യസ്തമായ തിങ്കിങ്, വ്യത്യസ്തമായ പ്രസൻറ്റേഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പം മെട്രോ ഇന്ത്യനൊമ്മെ തന്നെ എടുത്താൽ അത് മെട്രോ ഫസ്റ്റിലും അങ്ങനെ ചെയ്തത്, എന്നാൽ അത് അങ്ങനെ ഒരു 4 സ്റ്റോറി ലൈൻസിനെ കമ്പൈൻ ചെയ്ത് അത് കൊണ്ടുവരുന്ന ഇറ്റ്സ് എ വെരി ബിഗ് ഡിഫിക്കൽട്ട് ടാസ്ക്. അത് ഇമോഷണാലിറ്റി മിസ്സാകാൻ പാടില്ല. ഒരു കഥയിൽ നമ്മൾ ഒന്ന് എൻഗേജ് ആയി വരുമ്പോൾ അടുത്ത കഥ തുടങ്ങുന്നു, പിന്നെ അതിനെ മ്യൂസിക്കലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പ്രീതത്തിൻ്റെയും ഗാങ്ങിൻ്റെയും പാട്ടുകൾ, ഇതെല്ലാം കൂടി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിരുന്നു. പിന്നെ ലോകയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു വേറൊരു വേൾഡായിരുന്നു. അത് നമ്മൾ ആരും ചിന്തിക്കാതെ ഔട്ട് ഓഫ് ദി ബോക്സ് സിനിമയായിരുന്നു. അതാ അങ്ങനെ ഇത് രണ്ടും ഈ അടുത്ത ലേറ്റസ്റ്റ് ഇതിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കത്തില്ല. ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സമയത്തൊക്കെ, ആ സമയത്ത് അന്ന് ഉണ്ടായ കുറേ ലെനിൻ രാജേന്ദ്രൻ്റെ ഒക്കെ കുറേ സിനിമകളുണ്ടായിരുന്നു. മറ്റേ സ്വാതി തിരുനാൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ അങ്ങനെ വളരെ വിഷ്വലി മധുവമ്പാട്ട് സാറായിരുന്നു അതിൻ്റെ DOP. കുറേ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ കുറേ സിനിമകളുണ്ട്. ഷാജി സാറിൻ്റെ ചില സിനിമകൾ, ഷാജി കരുൺ വർക്ക് ചെയ്തിട്ടുള്ള പിറവി, അതിന് മുമ്പ് DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. ഇങ്ങനെ സിനിമകൾ ഓർത്തെടുത്ത് പറയുമ്പോഴേ എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഒരു സിനിമാഗ്രാഫറുടെ ഏറ്റവും വലിയ പ്രിവിലേജ് ആയിട്ട് തോന്നുന്നത് ഈ പറഞ്ഞ വൺസ് ഒരു സിനിമ റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം എത്ര കാലം ഉണ്ടോ അത്രയും കാലം നിങ്ങൾ കണ്ട വിഷ്വൽ ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ പല ജനറേഷൻ. അതിനെ കുറിച്ച് നമ്മൾ പറയും, നമ്മള് ഒരിക്കലും ഈ ഫ്രെയിമിനകത്ത് ഇതായി കഴിഞ്ഞാൽ പണ്ട് ഫിലിമായിരുന്നല്ലോ. ഫിലിം ആകുമ്പോൾ അത് എന്താ ഫിസിക്കലി കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമായിരുന്നു അതിനകത്ത്. ഈ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുകയും അതിനകത്തെ കെമിക്കൽ ഫോം മാറുകയാണ് ചെയ്യുന്നത് സിനിമ എന്ന് പറയുന്നത്. ആദ്യം ഡിജിറ്റലായിരുന്നു. അപ്പം അതൊരു ആ ഒരു കെമിക്കൽ ഇത് മാറിക്കഴിഞ്ഞാൽ അത് മാറി, പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് അത്ര ഡിസിപ്ലിൻ ആയിരുന്നു കേട്ടോ ആൾക്കാർ. ഒരു ക്യാമറ റോൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീരിയസ്നെസ്സും സൈലൻസും ഇപ്പോഴത്ര ഇല്ല ശരിക്കും. ഫിലിം ഇപ്പം കുറച്ച് എക്സ്പെൻസീവ് അല്ലല്ലോ ഇതൊന്നും. ഒരു കാർഡ് കൊണ്ട് മാറി അത് കോപ്പി ചെയ്തിട്ട് അത് തന്നെ വീണ്ടും ഉപയോഗിച്ചു എന്നുള്ള ഒരു അവസ്ഥയുള്ളതുകൊണ്ട് മറ്റേന്ന് പറഞ്ഞാൽ അത് പോയത് പോയി. ആ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദേവദൂതൻ പോലൊരു വലിയ സിനിമയ്ക്ക് 105 ക്യാൻസ് ആയിരുന്നു. 105 ക്യാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കുറച്ച് കൂടുതലാണ്, പക്ഷെ ഇത് വലിയ സിനിമയായതുകൊണ്ട് ഓക്കെ. ഒരു 70-80 ക്യാൻസലൊക്കെ നമ്മൾ തീർത്തില്ലെങ്കിൽ ഡയറക്ടറും DOPയും അണ്ടർ ഫയറാണ്. കാരണം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നമ്മൾ ഓരോ ഷോട്ടും എടുക്കും, ആവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമായിരുന്നു ഇതിന് മുമ്പ്. ഷൂട്ടിന് മുമ്പ് ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. ഇതിപ്പോൾ ഷൂട്ടിന് ശേഷമാണ് തോട്ട് പ്രോസസ്സ് തുടങ്ങുന്നുള്ള ഒരു അവസ്ഥ പലപ്പോഴും. എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ടാണ് ഇത് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ അതൊരു കെയർലെസ് ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയുള്ള ഒരു കരിയറിന്റെ നെക്സ്റ്റ് സ്റ്റേജ്, നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാനുകളുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ജോൺ ലെനന്റെ ഒരു കോട്ട് ഞാൻ പറയാറുള്ളതാണ്. ലൈഫ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു യു വെൻ യു ആർ ബിസി പ്ലാനിങ് സംതിങ് എൽസ്. ലൈഫ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു യു വൈൽ യു ആർ ബിസി പ്ലാനിങ് സംതിങ് എൽസ് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു എൻ്റെ ജീവിതം. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്ലാനിങ് ഒന്നും അധികം ഞാൻ ചെയ്യാറില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് നമ്മൾ ഓണേഡ് ആണ്. ഇത്രയും കഥകൾ കേൾക്കാൻ പറ്റിയതിൽ ഇതൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്നതിന് നമുക്ക് സന്തോഷമുള്ളൂ. ഈ പറഞ്ഞ പോലെ നമുക്കും സന്തോഷത്തുണ്ടെങ്കിൽ അത്ര അവൈലബിൾ ആയിട്ടുള്ള ആളല്ലല്ലോ പൊതുവേ. അപ്പോൾ നമുക്ക് ക്യൂ സ്റ്റുഡിയോയ്ക്ക് ഫീച്ചർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് അതിനകത്ത് വളരെ നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ ഈ ഇതുവഴി നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. കാരണം പലപ്പോഴും എവിടെയാണ് എന്താണെന്ന് അറിയില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ ഉണ്ട്. ഇവിടെ പിന്നെ വർക്കുള്ളപ്പം ബോംബെക്ക് പോകും, അല്ലാത്തപ്പോൾ കൊച്ചിയിലാണെന്നുള്ളതാണ്. താങ്ക് യു.